ഹലോ ഗായ്സ്, അപ്പം ഞാനും അച്ഛനും ഇന്നൊരു ടെമ്പിൾ വിസിറ്റിങ്ങിന് പോവാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്ന ദിവസമാണ് കേട്ടോ ഇന്ന്. നന്മാറയിലെ ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ ഈ ചക്രായി പറയണത്. ഇതാണ് ഞങ്ങളുടെ കോഴിക്കാട് മുത്തിന്റെ ഭഗവതി ക്ഷേത്രം. ഇനി കുറച്ച് ചെണ്ടമേളമൊക്കെ കേൾക്കാട്ടോ. ഹലോ ഗായ്സ്, അപ്പോ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്ന ദിവസമാണ് ഖദർ മഹോത്സവം എന്ന് പറയും. അപ്പൊ പാലക്കാട് ജില്ലകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കേട്ടോ. പാലക്കാട് ജില്ലകളിൽ എല്ലായിടത്തും ഇല്ലാതെ ഓണ് ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ ഒരു പരിപാടി. ഇതിപ്പോ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞങ്ങളുടെ ചക്രായി കോഴിക്കാട് കതിര് എന്ന് പറയും കേട്ടാ. അതുപോലെ മംഗലഡാം, പിന്നെ കൂടല്ലൂര്, വിത്തനശ്ശേരി, കോട്ടേക്കളം, അങ്ങനെ ഒരു 4-5 സ്ഥലത്തൊക്കെ കതിർ മഹോത്സവം ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ നാട്ടില് കതിരായത് കൊണ്ട് അമ്മ കതിർക്കൂട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇവിടെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കതിർ എന്താണെന്നും കതിരിന്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അമ്മനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. എനിക്കറിയാം, എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അമ്മനോട് ചോദിച്ച് മനസ്സിലാക്കണം, കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ കതിരായതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ഫുൾ വ്ളോഗും, പിന്നെ നാളെ ബാക്കി കതിര് നമ്മൾ കാവിലോട്ട്, വലിയ അമ്പലത്തിലോട്ട് കൊണ്ടുപോകണം. അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ വേറൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ അമ്മ കതിർക്കൂട് കെട്ടുന്നത് എങ്ങനെയാണെന്നും ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാട്ടാ. ആദ്യം തന്നെ അമ്മ കതിർക്കൂട് കെട്ടാനുള്ള ഓല റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ പനയോലയായാലും തെങ്ങോലയായാലും റെഡിയാക്കി ഇതുപോലെ വെക്കും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെറിയേട്ടൻ ഉത്സവം കൂടാനായി വന്നിട്ടുണ്ട്. ചെറിയ ചേച്ചിന്റെ ഹസ്ബൻഡാണ് കേട്ടോ. നമ്മുടെ അമ്മ അത് കന്നിമാസത്ത് അരിഞ്ഞു കൊണ്ടുവന്ന് ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചാക്കിൽ കെട്ടി എടുത്തേക്കും. എന്നിട്ട് കന്നി, തുലാം, വൃശ്ചികം തലേ ദിവസമായിട്ട് ഇതുപോലെ എടുത്ത് പുറത്തെടുത്ത് കൂട് കെട്ടും കേട്ടോ. മഴ നിർത്താനാണ് ഈ ഓരയ്ക്ക് മയം കിട്ടുള്ളൂ. അപ്പൊ തിരുപ്പിച്ച് കെട്ടാൻ എളുപ്പമുണ്ടാവും. 7 കൂട്ട് അല്ലെങ്കിൽ 14 കൂട്ട്. അപ്പൊ നമ്മളിപ്പോ എത്ര കൂട്ട ഉണ്ടാക്കണ? 7, 14? നമുക്കിപ്പോ 14 കൂട്ട് ഉണ്ടാക്കാൻ ഉണ്ടാവും. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ട അമ്മക്ക്? എന്ന് പറയും. അതിനെ കുറിച്ച് പറയും. എനിക്ക് അറിയുന്ന പോലെ. എന്നാ പറഞ്ഞോ, അറിയുന്ന പോലെ പറഞ്ഞോ. അറിയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാ ഇവിടുത്തെ അച്ഛന്റെ അച്ചാത്തന്മാര് ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് വന്നതാണത് ഈ കതിര് ഉത്സവം. കതിര് ഉത്സവം പറഞ്ഞു കഴിഞ്ഞാൽ കന്നിമാസത്തിൽ പോയി ചുറ്റരിഞ്ഞ് കൊണ്ടുവന്ന് ഉണക്കി ചാക്കിരി കെട്ടി വെക്കും. എന്നിട്ട് വൃക്ഷമാസം 30-ന് ഇവിടുത്തെ കതിര് 1-ാം തീയതി അവിടെ കാവില് 1-ാം തീയതി കാവി കയറും. കോഴിക്കാട് ഭഗവതിന്റെ അമ്പലത്തില് നമ്മ ഈ കതിര് കെട്ടി അമ്പലത്തിൽ കൊണ്ടുപോയി 3 വലം വെച്ച്. ഈ കതിര് എവിടെ അരിഞ്ഞെടുക്കണേ? എന്നിട്ട് ഇതെപ്പ അരിഞ്ഞതാണ്? കന്നിമാസത്തില് ഞാൻ അരിഞ്ഞു കൊണ്ടുവന്ന് വെച്ച് ഉണക്കി ഓലയൊക്കെ കളഞ്ഞ് വൃക്ഷാക്കി വെച്ചിട്ട് പിന്നെ ഈ മാസം പറഞ്ഞ ഡിസംബർ മാസത്തില് അമ്പലത്തിലെ ഉത്സവത്തിന് ഇതെടുത്ത് ഇങ്ങനെ ചുറ്റിക്കെട്ടി കൊണ്ടുപോയി വലിയ മുള മുറിച്ച് കൊണ്ടുവന്ന് വെക്കും. നീളത്തിലുള്ള മുള എല്ലാ വീട്ടുകാരും ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുപോയി അതിൽ കോർത്ത് വെക്കും. നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയാൽ 3 വലം വെച്ചിട്ട് ആ തണ്ടിൽ കോർക്കും. തണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുളന്റെ തണ്ട് അതിൽ കോർത്ത് വെക്കും. എന്നിട്ട് കോർത്ത് കഴിയുമ്പോൾ നമുക്ക് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ വീട്ടിൽ വരികയാണ് പറഞ്ഞാൽ അതിൽ നിന്നൊരു കതിര് ഊരി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തൂക്കിയിടും. അല്ല കുറേ നേരം കഴിഞ്ഞിട്ടാണ് പറഞ്ഞാൽ വരാൻ നേരത്തെ ഒരു കതിര് ഊരിക്കൊണ്ട് പോകും. എന്നിട്ട് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കൂല്ലേ? എല്ലാവരും കൂടി അമ്പലത്തിൽ തണ്ടി കോർത്ത് ഇവിടുന്ന് ഉള്ളടത്തൊക്കെ നേരത്തെയൊക്കെ 3:30-4 മണിയാകുമ്പോൾ പോകും. ഇവിടുന്ന് അമ്പലങ്ങൾ വീട്ടുകളിലൊക്കെ ഇങ്ങനെ കളിക്കാൻ ഈ കതിരും തണ്ടും ചണ്ടയും ഇതൊക്കെ ആയിട്ട് കളിയുണ്ട്, വട്ടക്കളി. അങ്ങനെ പോകുമായിരുന്നു. ഇപ്പൊ അധികം കളിയൊന്നുമില്ല. പോകുമ്പോൾ വീട്ടുകളിലെ കയറുള്ളൂ. നേരം വൈകുന്നു. അത് ഒരുപാട് നേരത്തെ പോയിട്ട് ടൂണാവുന്നതുകൊണ്ട് അങ്ങനെ പോകില്ല. നേരം വെളുത്തിട്ട് പോകും. പ്രധാനം നരസിംഹമൂർത്തി അമ്പലത്തിന്റെ ഉമ്മർത്ത് പോയി കുറഞ്ഞായിരുന്നു കൊത്തി അവിടെ നിന്ന് തൊഴുത് കതിരും തണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാഗദൈവങ്ങൾ പറയുന്നുണ്ട് സർപ്പത്തിന്റെ. അവിടെ കൊണ്ടുപോയി കതിര് ഒരെണ്ണം കൊടുത്ത് അവിടെ കൊടുത്ത് അവിടെ 7 വട്ടം കളി. അവിടെ വട്ടക്കളിക്കും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചേർന്ന് കളിക്കും.
അവിടെ ഒരു അമ്മയും മോനും നാഗം, ഞങ്ങളതിനെ മുക്തി എന്ന് പറയും, മുക്തി അമ്മന്റെ ദൈവം. അവിടെ മുക്തിയും മുത്ത നിൽക്കുന്ന വേറെ ഒരു വീട്ടിലുമാണ്. രണ്ടവിടെയും പോയി കളിച്ച് രണ്ടവിടെയും ദൈവം തുള്ളി കൽപ്പനയൊക്കെ തന്ന് ഞങ്ങളെ മുട്ടാക്കും. ഈ രണ്ടവിടത്തും ഒരു വട്ടം അട്ടക്കളിയും രണ്ടേയും കൊട്ടും ഒക്കെ ആയിട്ടാണ് പോയിട്ട് വരിക. എന്നിട്ട് ഈ കതിര് അമ്പലത്തിലെ കൊടുക്കുക ആരാ കൊണ്ടുപോവുക? മണ്ണാമാര് വന്നു കഴിഞ്ഞാൽ 7 ദിവസം വലിയ അമ്പലത്തില് മണ്ണാരിന്റെ പാട്ടുണ്ട്. 3 ദിവസം രാത്രിയും പകലും മുഴുവൻ പാട്ടാണ്. അങ്ങനെ 3 ദിവസം ഈ പാട്ട് കഴിഞ്ഞിട്ട് കഴിയുന്ന ദിവസമാണ് ഈ കതിരും തണ്ട് നമ്മൾ ഈ അമ്പലത്തിൽ കൊണ്ട് കയറുന്നത്. ഇതുപോലെ ചുറ്റി അമ്പലത്തിൽ കൊടുത്തതിന് ഒരെണ്ണമാണ് നമ്മൾ അവിടെ കതിരും തണ്ടി കോർത്തതിന് ഒരെണ്ണം കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ ഉള്ളിൽ കയറ്റിയിട്ട് പിന്നെ അതെടുത്ത് പുറത്തിങ്ങനെ വെക്കും. ഇവിടെ അങ്ങനെ തൂക്കൂല്ലേ? അത് എല്ലാ വീട്ടുകളിലും ഉണ്ടാവും. എത്ര ദേശക്കാരുണ്ട് എനിക്ക് അത്ര അറിയില്ല. അവരൊക്കെ കൂടി അവരും ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് അവിടെ ഇന്ന ദേശക്കാരെ കാവിൽ ആദ്യം കയറണമെന്നുണ്ട്. അവർ കയറി കഴിഞ്ഞിട്ട് പെണ്ണിന്റെ പുറകിലാണ് മറ്റുള്ളവർ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പൊ ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ഒടുവിൽ കയറേണ്ടത് പറഞ്ഞാൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് അവർ വന്ന ശേഷം ഒരുമിച്ച് കൊട്ടും പാട്ടും മേളവും വടിത്തല്ലും ഒക്കെ ആയിട്ട് പോകും. കൊടക്കളിയും ഒക്കെ ഉണ്ടാവും. പിന്നെ കോഴി പറപ്പിക്കലുണ്ട്. കോഴി പറപ്പിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഴികളുടെ എണ്ണം കൂട്ടാനും അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ പെറ്റുപെരുകി നന്നായി കുട്ടിയും തള്ളിയുമായിട്ട് നിറയെ പെറ്റുപെരുകട്ടെ പറഞ്ഞ് നമ്മൾ ഒരു കോഴിനെ അവിടെ കൊണ്ടുപോയി പറകോഴി വിടാന്ന് പറഞ്ഞ് പറയും. അപ്പം ഈ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ സമയത്ത് ആൾക്കാർ പറകോഴി വിടാനായിട്ട് നമുക്ക് കോഴികളൊക്കെ ഉണ്ടായി. ഏടും നിരവപ്പടയൊന്നുമില്ല, 4 മൃഗങ്ങളല്ലേ. അപ്പം അതുകൾക്ക് ഇങ്ങനെ ഒരു കോഴിനെ കൊണ്ടുപോയി അവർ 3 പ്രാവശ്യം മുകളിലേക്ക് പൊക്കും താത്തും കഴിഞ്ഞിട്ട് 3ാമത്തെ പ്രാവശ്യം പൊക്കി വിടും. ആ പൊക്കി വിടുന്നത് ആരെ കയ്യിലാണ് കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് അവർ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തും. അങ്ങനെ വളർത്തി കഴിഞ്ഞിട്ട് അതിൽ അവർ ഒരു കോഴിക്കുഞ്ഞിനെ അടുത്ത വർഷത്തേക്ക് വിറ്റ് കുഞ്ഞുങ്ങളാകുമ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ കൊണ്ടുപോയി ഇതുപോലെ നമ്മൾ കൊടുത്ത പോലെ അവരും കൊണ്ടുവന്ന് വിടും. അതാണ് ഞാൻ കണ്ടുവന്നിരിക്കുന്നത്. അല്ല, ഇതില് 3-4 കതിരല്ല അമ്പലത്തിന് കയറ്റണുള്ളൂ, ബാക്കിയല്ല മണ്ണാമാര് കൊണ്ടുപോകണുള്ളൂ. അതില് മണ്ണാമാർക്ക് കതിരും തണ്ടും കുറവാണ്. കതിരും തണ്ടും കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 3 വഴിക്കാരാണ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോ എണ്ണം കുറഞ്ഞ് 2 വഴിക്കാരും മറ്റേയായി. ബാക്കിയുള്ളവർ വലിയ അമ്പലം, കാവിലേക്ക് വലിയ അമ്പലമുണ്ട്. ആ അമ്പലത്തേക്കാണ് ഈ കതിരും തണ്ട് നിൽക്കുന്നത്. കതിരും തണ്ട് ഇവിടെ നിർത്തി പോകുമ്പോൾ കതിരും തണ്ടിന്റെ മുകളിൽ ഭഗവതി അമ്മ കയറിയിരിക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രീയമായിട്ട് പറയുക. അപ്പോൾ ഇങ്ങനെ ആൾ മാറി എടുത്തോണ്ട് പോകും. ഒത്തിരി വഴിയുണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ടാവുമെന്ന് എനിക്ക് അത്ര പിടുത്തൂല. അത്രയും ദൂരം കൊണ്ടുപോകും. ഇപ്പോൾ 2 പറഞ്ഞാൽ ഒരു കൂട്ട്. 2 ഒരു കൂടില്ലേ? ഒരു കൂട്ട് 2. ആകെ 2 ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോ ഇതുപോലെ 2 വെച്ചിട്ട് 7 കൂട്ടുണ്ടാക്കും. 14 കൂട്ട്. 7 കൂട്ടിൽ കെട്ടിക്കഴിയുമ്പോൾ പിന്നെ അധികം വരും. 14 കൂട്ട്. ബാക്കി വരാതെ കെട്ടണല്ലേ? ഫുള്ളും അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടണം. എനിക്ക് കതിർക്കൂട് കെട്ടാനൊന്നും അറിഞ്ഞൂടാട്ടാ. എന്നാലും ഞാൻ എന്തൊക്കെയോ ചെയ്ത് ഞാൻ എൻ്റെ അമ്മനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 14 കതിർക്കൂടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനും ചേച്ചിയും അമ്മയും 3 പേരും കൂടിയിട്ട് അമ്പലത്തിൽ കതിർക്കൂട് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ചേച്ചിയാണ് കതിർക്കൂട് പിടിച്ചത്. പിന്നെ അമ്പലത്തിലെത്തി നമ്മൾ അമ്പലം ഫസ്റ്റ് 3 വലം വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ കതിർത്തണ്ടുമേ കയറ്റാൻ. ഇതാണ് നമ്മുടെ മുളവടിൻ്റെ കതിർത്തണ്ട് കേട്ടോ. മുളവടിയല്ല, മുളം തണ്ട്. അങ്ങനെ വൈകിട്ടുള്ള ദീപാരാധനയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് അവിലും പഴവും ഉള്ള പുഴുക്കൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അമ്പലത്തിലെ പായസം കിട്ടിയായിരുന്നു, അതും കഴിച്ച്. എനിക്ക് അമ്പല പായസം നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇനി കുറച്ച് മേളവും കൂടി കാണാം കേട്ടോ.